നമ്മുടെ ലൈഫിൽ എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചാലോ? എന്തെങ്കിലും പരിഹാരം ചെയ്താൽ ശരിയാകും. എന്താ പറ്റിയ നിങ്ങക്ക്? നമ്മൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാനെന്താ കർത്താവിന്റെ കുഞ്ഞല്ലെന്നാണോ പറയുന്നത്? കർത്താവിനും നമ്മുടെ അവസ്ഥ മനസ്സിലാകും. നീ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. വേണ്ട ഏട്ടാ, ഇത് തെറ്റാണ്. കർത്താവിനെ മുറുകെ പിടിച്ച് അവനെ വിശ്വസിക്കേണ്ട പല ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങൾക്കും അടിമകളായി കാണപ്പെടുന്നുണ്ട്. ഇത് കാരണം പണം പാഴാക്കി കളയുന്നുണ്ട്, ആവശ്യമില്ലാതെ വെറുതെ കഷ്ടപ്പെടുകയാണ്. സമ്പാദിക്കുന്ന പണമെല്ലാം തന്നെ പരിഹാരം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾക്കും തെറ്റായ പല അന്ധവിശ്വാസങ്ങൾക്കും അടിമകളായി അതിനായി ചെലവാക്കുകയാണ്. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അന്ധവിശ്വാസം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കർത്താവിന്റെ മക്കളായ നമുക്കുള്ള ഏക വിശ്വാസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഏതു തരം ചുറ്റുപാടായാലും നമ്മെ സഹായിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവശക്തനാണ്. നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് അവനെ വിശ്വസിക്കണം എന്നാണ് നമ്മുടെ കർത്താവും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നാകട്ടെ അനേകം ദൈവമക്കൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും സമ്മർദ്ദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും നടുവിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാതെ ലോക നടപ്പനുസരിച്ച് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വിശ്വസിച്ച് നന്മകളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതിനാൽ നമുക്ക് കർത്താവിൽ മാത്രം വിശ്വസിക്കാം. ദൈവത്തിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. ഇപ്പോൾ ആദ്യമായി ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ജ്യോതി ചേച്ചി. മാലതി, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമുക്കതുപോലെ ചെയ്യാം. നമ്മുടെ കഷ്ടങ്ങളൊക്കെ മാറും. എന്തു വഴിയേട്ടാ? ആദ്യം നമുക്കിവിടുന്ന് പോയാലോ? എന്താ നീ ആലോചിക്കുന്നേ? പോവാം. എടോ രഞ്ജിത്തെ, പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാനും തുടർന്ന് നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. തുടർന്ന് നിനക്ക് അടിക്കുമേൽ അടി വീണുകൊണ്ടേയിരിക്കുകയാണല്ലോ. വീട്ടിലും ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നിന്റെ ഭാര്യയ്ക്കും അബോഷനായി അല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഒന്ന് നിക്കേ, എന്തിനാ ധൃതി പിടിക്കുന്നേ? ക്ഷമയോടെ കേക്ക്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാൻ പറയുന്നത്. ദാ നോക്ക് രഞ്ജിത്തെ, ആദ്യം ഒരു നല്ല ജോത്സ്യക്കാരനെ കാണ്. എന്താ പ്രശ്നമൊന്ന് ചോദിക്കേ. എന്തെങ്കിലും പരിഹാരം പറഞ്ഞാൽ അത് ചെയ്തേക്ക്. പിന്നെ നിന്റെ ദോഷം എല്ലാം പോവും. ഞാനോ? എനിക്കിങ്ങനെ പോയി ഇതൊക്കെ ചെയ്യാൻ കഴിയും? തെറ്റൊന്നും ഇല്ലടോ. ഒരാപത്ത് വരുമ്പോഴല്ലേ നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ചെയ്യേ, അതിലൊരു തെറ്റുമില്ല. പിന്നെ താൻ നോക്കിക്കോ, തന്റെ ബുദ്ധിമുട്ടെല്ലാം തീരുന്നേ. എന്താ ഏട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മാലതി, നീ വണ്ടി നിറയ്ക്കേ. ഇവിടെയോ? എന്തിനാ ഏട്ടാ? നീ ആദ്യം ഇറങ്ങ്, പറയാം. നമ്മുടെ ലൈഫിൽ എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചാലോ? എന്തെങ്കിലും പരിഹാരം ചെയ്താൽ ശരിയാകും. എന്താ പറ്റിയ നിങ്ങക്ക്? നമ്മൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാനെന്താ കർത്താവിന്റെ കുഞ്ഞല്ലെന്നാണോ പറയുന്നത്? കർത്താവിനും നമ്മുടെ അവസ്ഥ മനസ്സിലാകും. നീ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. വേണ്ട ഏട്ടാ, ഇത് തെറ്റാണ്. നീ ഇപ്പൊ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ?
നീ എന്താ ആലോചിക്കുന്നേ? കേറിയിരിക്കേ. എന്റെ മനസ്സ് ശരിയല്ല ഏട്ടാ. ആ, എന്താ എന്തുപറ്റി? എത്ര വലിയ തെറ്റാ ചെയ്തേ. കർത്താവിനെ വിശ്വസിക്കാതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ലേ നമ്മള്? അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചുമ്മാ ഓരോന്ന് ആലോചിക്കണ്ട. നാളെ കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ട റെഡി ആയിരിക്കണം. പരിഹാരമൊന്നും വേണ്ട ഏട്ടാ. കർത്താവ് നമുക്ക് നന്മ ചെയ്യും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എപ്പോ ചെയ്യും? നമ്മള് എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി, കേട്ടല്ലോ? എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നാളെ എന്തായാലും അത് ചെയ്തേ പറ്റൂ. റെഡി ആയിട്ടിരിക്കണം. പറയൂ മോളെ. അച്ഛാ, അച്ഛനിപ്പോ എവിടെയുള്ള? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് മോളെ. അച്ഛാ, ഏട്ടൻ ജോത്സ്യം പറഞ്ഞത് കേട്ട് പരിഹാരം ചെയ്യാൻ പോണെന്ന് പറയാ. എനിക്കെന്തോ പേടിയാവുന്ന അച്ഛാ. പേടിക്കണ്ട മോളെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. മാലതി, നമുക്കിന്ന് ഇറങ്ങിയാലോ? ഒരു 5 മിനിറ്റ് ഏട്ടാ, ഇപ്പൊ വന്നേക്കാം. ശരി, പെട്ടെന്ന് വരണം. കേറ്. എങ്ങോട്ടാ മോനെ പോകുന്നത്? പറയുന്നേ, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഒരു നല്ല കാര്യത്തിന് പോവാച്ച. മോനെ, നീ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റോ ശരിയോ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിയേ പറ്റൂ. നീ പ്രശ്നം കുറയ്ക്കാനല്ല നോക്കുന്നത്, കൂട്ടാ ചെയ്യുന്നത്. അച്ഛാ, ഞാൻ കൂട്ടുകയല്ല കുറയ്ക്കുകയല്ല. മാലതി, നീ കയറ്. അച്ഛാ, വേണമെങ്കിൽ അച്ഛനും കൂടെ വരാം. ഇല്ലെങ്കിൽ വീട്ടിൽ കയറിയിരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. മോനെ, വേണ്ട മോനെ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. മാലതി, നീ കയറിക്കേ. എന്തായാലും മാലതി, നമ്മളൊരു പരിഹാരം കണ്ടെത്തി. ഇനി നീ നോക്കിയോ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലെന്തോ ഒരു ഭാരം പോലെ. നീ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ സമാധാനിരിക്കേ. മാലതി, 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 സൂക്ഷിച്ച്. മാലതി, ഒരു മിനിറ്റ് നിൽക്കേ. പെട്ടെന്ന് കയറി, പെട്ടെന്ന് കയറിയിരിക്കേ. മുറുക്കെ പിടിച്ചു. നീ എന്നോട് ക്ഷമിക്കേ. നീ പറഞ്ഞ അനുസരിച്ചില്ല. ചിലപ്പോ എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഏട്ടാ? അങ്ങനെ പറയാതെ. അതെനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ലേ, വേണ്ട വേണ്ട, കർത്താവിനെ വേദനിപ്പിക്കരുതെന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടേയില്ല. അത് നമ്മുടെ
പണിക്കരാണ് പറഞ്ഞത് എല്ലാ പ്രശ്നവും മാറുമെന്ന്. ഏട്ടാ, അവര് പണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും പറയും. നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പ്രശ്നം തലയോടെ പോയി വേറെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മാലതി. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും കാണിക്കില്ല. ഞാൻ പറഞ്ഞതല്ലായിരുന്നു മോനെ ഇങ്ങനെ ചെയ്യല്ലേന്ന്. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യല്ലേന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോ സംഭവിച്ച എല്ലാം കണ്ടില്ലേ? അവളെന്തിനാ മോനെ നീ നോക്കുന്നത്? അവളാണോ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? ആ വരി ചേച്ചി, ഇങ്ങോട്ടിരിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട് മാലതി? പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? എന്താ രഞ്ജിത്ത് ഇത്? നിങ്ങളുടെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ നല്ലതിനു വേണ്ടിയായിരുന്നു ചേച്ചി. എന്ത് നല്ലത്? കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതാണോ നല്ലത്? അവന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നതാണോ നല്ലത്? പറഞ്ഞേ. പക്ഷെ തെറ്റിയത് ഞാനല്ലേ ചേച്ചി. മാലതി എന്ത് തെറ്റാ ചെയ്ത്? കർത്താവ് നിങ്ങളെ വേദനിപ്പിച്ച ആ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ മാലതിയെ വേദനിപ്പിച്ചത്. വേദപുസ്തകത്തിൽ ശൗൽ കർത്താവിനെ തേടാതെ ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോയതുകൊണ്ട് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. വെളിച്ചവും ഇരുട്ടും തമ്മിൽ യോജിക്കാൻ പാടില്ല. ദൈവമക്കളും ഇതര സമുദായത്തിലുള്ളവരും ആരാധിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഞാനും പറഞ്ഞു ജ്യോതി, പക്ഷേ ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല. എന്ന് നിങ്ങളുടെ വിശ്വാസം കർത്താവിനെ വിട്ട് ജോത്സ്യനെയും പരിഹാരത്തെയും തേടിപ്പോയോ? അന്ന് തന്നെ നിങ്ങള് കർത്താവിന്റെ കോപത്തിനിരയായി കഴിഞ്ഞു. അല്ല, യേശു അന്ന് കുരിശിൽ രക്തം ചൊരിഞ്ഞ് ഞാനാണ് സൗഖ്യം നൽകുന്നവനെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ പിന്നെ അതിനൊക്കെ പോകുന്നത്? രഞ്ജിത്ത്, ക്രിസ്തുവും ഇതര സമുദായക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളോട് കർത്താവിന് ദയവ് തോന്നി ഇപ്പോഴാണ് ഇവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നത്. അതും നിങ്ങളുടെ ഈ തെറ്റായ പെരുമാറ്റം കൊണ്ട് നശിപ്പിച്ചു കളയുമല്ലേ? ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് എനിക്കിപ്പം മനസ്സിലായി ചേച്ചി. മനസ്സിലായ മാത്രം പോരാ, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കരയണം. അവന് കരുണ തോന്നണം, അത്ഭുതം ചെയ്യണം. അവന്റെ മനസ്സിനെയല്ലേ നിങ്ങൾ ദുഃഖിപ്പിച്ചത്? അവനോട് ചെന്ന് ക്ഷമ ചോദിക്കേ. വേറെ വഴിയൊന്നുമില്ല രഞ്ജിത്ത്. ശരി മാലതി, നല്ലോണം റെസ്റ്റ് എടുക്കണേ. ശരി ചേച്ചി ഇറങ്ങുക. വരട്ടെ മാലതി. എന്നാ ഞാൻ ആ, ഇറങ്ങട്ടെ. ശരി മോളെ. വരട്ടെ രഞ്ജിത്ത്. എന്നാ ഞാനും ഇറങ്ങട്ടെ മോളെ. ശരി വരട്ടെ. വരട്ടെ മോനെ. ഏട്ടാ, കരയാതെ. നിങ്ങൾ കരയുന്നോണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകരുത് എന്ന് മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്കായി സഹോദരി വസന്തി പോൾ അവർകൾ ദൈവ സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും അനുഗ്രഹീതരായിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ ഇന്നേ ദിവസം നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം അന്ധവിശ്വാസം വേണ്ട എന്നുള്ളതിനെക്കുറിച്ചാണ് നാം കാണാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ലോകത്ത് ധാരാളം അന്ധവിശ്വാസങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ പല വിശ്വാസങ്ങൾക്കും ഇന്ന് ജനങ്ങളെ ദുഷ്ടനായ ശത്രു അടിമയാക്കി വെച്ചിരിക്കുകയാണ്. മുൻപൊക്കെ, അതായത് പണ്ടത്തെ കാലം മുതൽ ഇന്നേ വരെ
മന്ത്രവാദം, കൂടോത്രം, കുറി പറയുന്നത്, ഇങ്ങനെയുള്ള തെറ്റായ പല വിശ്വാസങ്ങളെ ജനങ്ങളുടെ ഉള്ളിൽ പിശാച് കുത്തി നിറച്ച് അതിനുള്ള പരിഹാരം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങളെ നിർബന്ധപൂർവ്വം വിശ്വസിപ്പിക്കുന്നു. കർത്താവിനെ മുറുകെ പിടിച്ച് അവനെ വിശ്വസിക്കേണ്ട ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെയുള്ള പല തെറ്റായ വിശ്വാസങ്ങൾക്കും അടിമകളായിരിക്കുകയാണ്. ഇത് കാരണം പണം പാഴാക്കി കളയുന്നു, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. സമ്പാദിക്കുന്ന പണം മുഴുവനും പരിഹാരം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾക്കും തെറ്റായ വിശ്വാസങ്ങൾക്ക് അടിമകളായി അതിനുവേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുന്നേറ്റമുണ്ടായോ, എന്തെങ്കിലും അനുഗ്രഹമുണ്ടായോ, എന്തെങ്കിലും വളർച്ചയുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇത് കാരണം അനേകം പേർ ഇന്നത്തെ കാലത്ത് രോഗബാധിതരായിട്ടുണ്ട്. അനേകം പേർ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മനസ്സമ്മർദ്ദത്തിനിരയാവുന്നു. ഇത് കാരണം പല ശത്രുതകളും പകയും കുടുംബ കലഹമുണ്ടാകുന്നു. പരിഹാരം ചെയ്യുന്നതും മന്ത്രവാദവും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇന്ന് അനേകം കുടുംബങ്ങളിൽ വിദ്വേഷവും പകയും എല്ലാം ഉണ്ട്. എന്തിന് പല കുടുംബങ്ങളിലും മരണം പോലും ഉണ്ടാകുന്നുണ്ട്. ഇതൊരു തെറ്റായ വിശ്വാസമാണ്. ഇത് കാരണം അവർക്ക് നന്മയുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. ഇതുപോലെ തെറ്റായ വിശ്വാസങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുത്ത് അതിനു പുറകെ പോയി വേണ്ടതെല്ലാം ചെയ്ത് കഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ് എല്ലായിടത്തും കാണുന്നത്. എന്നാൽ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ കർത്താവ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മ്ലേച്ഛതയുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. 14-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ നീയോ അങ്ങനെ ചെയ്യുവാൻ, അതായത് ഈ 14-ാമത്തെ വാക്യത്തിൽ ഈ ജാതികൾ, അതായത് ദേശത്തുള്ള മറ്റ് ജനങ്ങളെക്കുറിച്ചാണ്, മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കർത്താവിന് അതൊന്നും ഇഷ്ടമല്ല. ഇത് യഹോവയ്ക്ക് മ്ലേച്ഛത ഉളവാക്കുന്നതാണെന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് ചെയ്യാൻ കർത്താവ് നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ പോലും നല്ലോണം ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും അവരെന്താണ് ചെയ്യുന്നത്? വിവാഹ കാര്യം വരുമ്പോൾ അത് ഞങ്ങളുടെ അപ്പനമ്മമാരങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ചടങ്ങുകളൊക്കെ ചെയ്തേ പറ്റൂ, ഇന്ന സമയത്ത് ചെയ്യണം, ഇന്ന സമയം മുതൽ ഇന്ന സമയത്തിനുള്ളിൽ വിവാഹം നടത്തണം, ഇതേപോലെയുള്ള പല സമ്പ്രദായങ്ങളും ആചാരങ്ങളും അങ്ങനെ ഒരു നിയന്ത്രണത്തിലാണുള്ളത്. യേശുവിനെ വിശ്വസിച്ച് അവൻ എന്റെ മകന്റെ വിവാഹത്തിന് വരും, അവൻ വിവാഹത്തിന് മുന്നിൽ നിന്നാൽ മതി, അവൻ എല്ലാ ചുറ്റുപാടുകളെയും മാറ്റുന്നവനാണ്, അവൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു വിശ്വാസമില്ലാതെ തെറ്റായ വിശ്വാസങ്ങൾ, ഇങ്ങനെ വേണം ചെയ്യാൻ, ഈ ചടങ്ങ് നടത്തിയാലേ ശരിയാവുകയുള്ളൂ, മക്കൾക്ക് ഇങ്ങനെ ചെയ്താലേ അവരുടെ ജീവിതം നന്നാവൂ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കർത്താവ് ഒരിക്കലും നമ്മോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന്, അതിനുള്ള അനുവാദം തന്നിട്ടില്ലെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു സഹോദരി, പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി ഒരു കാര്യം എന്നോട് പറഞ്ഞു. അവരുടെ മകൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഭയങ്കര ഒരു വികൃതി, ഭയങ്കര പിടിവാശിയാണ്, അമ്മയും അപ്പനും ആര് പറഞ്ഞാലും കേൾക്കില്ല, താൻ തോന്നിയാണ്. അവന്റെ യൗവന പ്രായത്തിലെത്തിയപ്പോഴാണ് അപ്പൻ മരിച്ചുപോയത്. അങ്ങനെ അവന്റെ അമ്മ വിധവയായി. ആ അമ്മയ്ക്ക് ആ മകൻ ഒരു മനോവേദനയായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഇവൻ കാരണം എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് സിസ്റ്റർ, അവൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ല, ഒരു വാക്ക് പോലും പറഞ്ഞാൽ കേൾക്കില്ല, അവൻ ശരിക്കും ഒരു റൗഡിയെ പോലെയാണ്. ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അയൽപക്കത്തുള്ള ഒരമ്മ അവരോട് പറഞ്ഞെന്ന്, അവര് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ഒരു പരിഹാരം നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ മകന് മാറ്റമുണ്ടാവും, നീ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്റെ ഇഷ്ടം പോലെ അവൻ മാറും, അതുകൊണ്ട് അവിടെ പോയെന്ന് പറഞ്ഞ് അയച്ചെന്ന്. ആ സഹോദരിയും ഇവര് പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞെന്ന് അതിന് കുറച്ച് ചിലവാകും, ഒരു 10-15,000 രൂപ ചെലവാകും, അതൊക്കെ റെഡിയാക്കണം എന്ന്. ഈ സഹോദരിയാണെങ്കിൽ ഒരു പാവപ്പെട്ട വിധവയാണ്. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്റെ മകൻ അവന്റെ ഈ മുരടൻ സ്വഭാവത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞ് അവരിട്ടിരുന്ന ആ ഒരു മാലയും പണയം വെച്ച് ഈ പരിഹാരം ചെയ്യാൻ വേണ്ടി ചെലവാക്കിയെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഇവരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പയ്യന് നല്ല മാറ്റം ഉണ്ടാകും, നിങ്ങൾ പൊയ്ക്കോ, തീർച്ചയായും ഒരു മാറ്റം അവൻ ഉണ്ടാകും, ഇനി മുതൽ അവൻ നല്ലവനായിരിക്കുമെന്ന്. ഇവരും അതൊക്കെ വിശ്വസിച്ച് തിരിച്ചു വന്നു. പിന്നെ അവന്റെ പ്രവൃത്തികൾ മുൻപുണ്ടായിരുന്നതിനേക്കാളും മഹാമോശമായി പോയി എന്ന്, മുൻപുണ്ടായിരുന്നതിനേക്കാൾ അവന്റെ സ്വഭാവമെല്ലാം മാറി. ഒരുപാട് മനോവേദനയോടുകൂടി ഇവിടെ പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. അവരെന്നോട് പറയുകയാണ്, സിസ്റ്റർ,
എന്റെ മകൻ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായിരുന്ന ഒരു മാലയും പണയം വെച്ചിട്ടാണ് അതിനായി ചെലവാക്കിയത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ അവൻ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ഇന്നുവരെ ഞാൻ ആ മാല പണയം എടുത്തിട്ടില്ലെന്ന്. ഇതാണ് സംഭവിച്ചത്. ഇതുപോലെ പരിഹാരം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും തെറ്റായ വിശ്വാസങ്ങളാണ്. യേശു എന്ന യഹോവയെ വിശ്വസിച്ച് അവന്റെ മുൻപാകെ പ്രാർത്ഥിച്ച് അവൻ നൽകുന്ന അത്ഭുതങ്ങൾ നേടിയെടുക്കാതെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങും ഇങ്ങും പോയി പണം മുഴുവൻ ചെലവാക്കി സമ്പാദിച്ചത് മുഴുവൻ കളഞ്ഞ് സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാതെ ഇന്നെല്ലാം നഷ്ടപ്പെട്ട് നടുത്തൊരുവിൽ നിൽക്കുന്ന എത്ര പേരാണ് പ്രാർത്ഥിക്കാൻ വരുന്നതെന്നറിയാമോ? അവരെല്ലാരും പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അനേകം പേർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഒരു അനുഗ്രഹം ലഭിക്കുകയില്ലേ, ബിസിനസ്സിൽ ഒരു അനുഗ്രഹം കിട്ടുകയില്ലേ, അല്ലെങ്കിൽ എന്റെ മകന്റെ വിവാഹം നടക്കില്ലേ, ഒരു സന്താന ഭാഗ്യം കിട്ടുകയില്ലേ എന്ന് മനുഷ്യർ മന്ത്രവാദികളെയും പ്രശ്നം വെക്കുന്നവരെയും ഒക്കെ ചെന്ന് കണ്ട് അനാവശ്യമായി വഴിതെറ്റി പോവുകയാണ്. ഇതുപോലെ മനുഷ്യരുടെ പിന്നാലെ പോവുകയാണ്. ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് മറ്റൊരു മനുഷ്യൻ എങ്ങനെ അറിയാനാണ്? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ എന്താവുമെന്ന് മറ്റൊരു മനുഷ്യന് പറയാൻ പറ്റുമോ? അതായത് ഒരു മനുഷ്യന് അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാം, വർത്തമാനകാലത്തെക്കുറിച്ച് അറിയാം, ഭാവിയെക്കുറിച്ച് അറിയാൻ പറ്റുമോ? അത് കർത്താവിന് മാത്രമേ അറിയൂ. കാരണം കാലങ്ങൾ അവന്റെ കരങ്ങളിലാണുള്ളത്. നാളെ എന്ത് സംഭവിക്കും, അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും, മകൻ എങ്ങനെയുണ്ടാവും, എന്റെ കുടുംബം എങ്ങനെയുണ്ടാവും, എന്റെ മകന്റെ വിവാഹം നടക്കുമോ, എവിടുന്ന് പെണ്ണിനെ കിട്ടും, അല്ലെങ്കിൽ സന്താന ഭാഗ്യം കിട്ടുമോ, എപ്പോ കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യരെ തേടി കണ്ടുപിടിച്ച് അവരുടെ പിന്നാലെ പോവുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ യഹോവയുടെ മക്കളാണെന്ന് പറയുന്നവർ പോലും ഇന്ന് ഇതുപോലെയുള്ള തെറ്റായ വിശ്വാസങ്ങൾക്ക് അടിമകളായി തീർന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, അനുഗ്രഹമില്ല, പട്ടിണി, ദാരിദ്ര്യം, അയ്യോ എന്തൊരു പ്രശ്നമാണിത്, ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു, ഒരു കാശ് പോലും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കും നിങ്ങൾ. ഇതിനിടയ്ക്ക് മുഹൂർത്തം നോക്കുക, പ്രശ്നം നോക്കുക, ഇതിന്റെ പിന്നാലെ ഒന്നും പോകരുത്. ഈ ഒരു പരിഹാരം ചെയ്താൽ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ, എന്റെ ബിസിനസിന് അനുഗ്രഹം കിട്ടുകയില്ലേ എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് പിറകെ ഓടരുത്. കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ കർത്താവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുവിൻ, മനുഷ്യരുടെ മേലല്ല, മറ്റേതൊരു കാര്യത്തിലും അല്ല വിശ്വസിക്കേണ്ടത്. കർത്താവിനെ വിശ്വസിക്കുന്ന മനുഷ്യന് കൃപ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ എന്റെ വിശ്വാസമായിരുന്ന് എന്റെ കാല് കുടുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് വിശ്വാസമായിട്ടുള്ളപ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. എന്താണ് പ്രശ്നം? എന്താണ് പോരാട്ടം? എന്താണ് പ്രശ്നം? മക്കൾ അനുസരിക്കുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ടത്ര വരുമാനമില്ലേ? മക്കളുടെ വിവാഹം നടന്നില്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞില്ലേ? ഏത് കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങി കഷ്ടപ്പെടുകയാണെങ്കിലും ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, ഈ കാര്യത്തിൽ എനിക്കൊരു അനുഗ്രഹം വേണം, എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണുനീരോടുകൂടി ജീവിക്കുകയാണോ? യേശുവാണ് അതിന് പരിഹാരം. കാരണം കാൽവരി കുരിശിൽ അവനാണ് നമുക്ക് സൗഖ്യം നൽകുന്നവനായി മരിച്ചത്. അവനാണ് പാപത്തിനുള്ള പരിഹാരം, അവനാണ് ശാപത്തിനുള്ള പരിഹാരം, അവനാണ് വ്യാധികളെ ചുമന്ന് പരിഹാരം ചെയ്തത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവാണ്. അവനാണ് കുരിശിൽ നമുക്കുള്ള പരിഹാരമായി മരിച്ചത്. ഈ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തു തന്നെയായാലും അവൻ മാറ്റാൻ ശക്തിയുള്ളവനാണ്. ദയവ് ചെയ്ത് അന്ധവിശ്വാസത്തോടുകൂടി മനുഷ്യരെ തേടി അങ്ങുമിങ്ങും അലയരുത്. പണം പാഴാക്കി കളയരുത്. യേശു സൗജന്യമായി നമുക്ക് സൗഖ്യം നൽകുന്നു. യേശു സൗജന്യമായി നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. യേശു സൗജന്യമായി നമ്മുടെ കാര്യങ്ങളെല്ലാം തലകീഴാക്കി മാറ്റാൻ ശക്തനാണ്. വെറുതെ പണം ചിലവാക്കി സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങൾ നടുത്തെരുവിൽ നിൽക്കുകയാണോ? ഒരു നന്മയും ലഭിക്കാതെ എല്ലാം നഷ്ടപ്പെട്ടത് മാത്രം മിച്ചം എന്നുള്ള ചുറ്റുപാടിലാണോ നിങ്ങൾ ഉള്ളത്? ഇന്ന് യഹോവ നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്തിലാണുള്ളത്? നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം ആരുടെ മേലാണുള്ളത്? പ്രശ്നം നോക്കുന്നവരുടെ മേലാണോ? മന്ത്രവാദിയുടെ മേലാണോ? അതോ അവിടെയും ഇവിടെയും അലഞ്ഞു തിരികുകയാണോ? വേണ്ട, ഇന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ വിശ്വാസം യഹോവയുടെ മേലായിരിക്കട്ടെ. കർത്താവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും, അഭിവൃദ്ധിപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ കാര്യങ്ങളിൽ അനുഗ്രഹമുണ്ടാവും. ഇന്ന് നിങ്ങൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹൂർത്തം നോക്കുകയാണോ? പ്രശ്നം നോക്കാൻ പോവുകയാണോ? ജ്യോത്സ്യക്കാരന്റെ അടുത്ത് പോകുന്നുണ്ടോ? അത്തരം വിശ്വാസങ്ങളൊന്നും വേണ്ട. യേശുവിങ്കിലേക്ക് വരൂ. അവനാണ് ആശ്വാസം. ഞാനാണ് നിനക്ക് സൗഖ്യം നൽകുന്ന കർത്താവെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നന്മ വരുത്തി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ. പ്രിയപ്പെട്ട ഈ മക്കളോട് അങ്ങ് സംസാരിക്കുന്നു യേശുവേ. ഈ തെറ്റായ വിശ്വാസങ്ങൾ കാരണം അങ്ങും ഇങ്ങും അലഞ്ഞ്
തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ട്, സ്വത്ത് നഷ്ടപ്പെട്ട്, വരുമാനം നഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം മുഴുവൻ ഇതിനു വേണ്ടി ചിലവാക്കി ഇതിന് അടിമകളായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ. പിതാവേ, ഇന്ന് ആരൊക്കെയാണോ ഈ വാക്കുകളിലൂടെ കർത്താവിനോട് സംസാരിച്ചു, എന്റെ വിശ്വാസം ഇനി മുതൽ യേശുവിന്റെ മേൽ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് ആരൊക്കെയാണോ അങ്ങയുടെ നേരെ തിരിയുന്നത്, യേശുവേ എന്നെ സഹായിക്കണേ എന്ന് അപേക്ഷിക്കുന്നത്, ഇതുവരെ ഞാൻ ഇതിലെല്ലാം വിശ്വസിച്ചു പോയി, എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിക്കുന്നുവോ, ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വേണ്ടാത്ത ആചാരങ്ങളും വേണ്ടാത്ത സമ്പ്രദായങ്ങൾക്കും തെറ്റായ വിശ്വാസങ്ങൾക്കും കർത്താവെ മുഹൂർത്തം നോക്കി പ്രശ്നം വെച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് അങ്ങ് സംസാരിച്ചിരിക്കുന്നു. ഇതിനായി സമർപ്പിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ഇന്ന് തന്നെ മാറ്റേണമേ. അവരുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും ഇന്ന് തന്നെ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തേണമേ. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ മക്കൾ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നുവോ, ഇന്നവർ അങ്ങയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളിലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്ത് അങ്ങയുടെ മക്കളെ സന്തോഷിപ്പിച്ച് അവർക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുന്നു. ഈ വാക്കുകളിലൂടെ കർത്താവിനായി സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് കർത്താവെ അവരെ അഭിവൃദ്ധിപ്പെടുത്തണമേ. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്മയും കൃപയും എന്നും അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ. അങ്ങേക്കായി സമർപ്പിച്ച ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ ഹിതമനുസരിച്ച് അങ്ങയുടെ മേൽ മാത്രം വിശ്വാസം വെച്ചിരിക്കുന്ന ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് ഇവരെ സ്വീകരിച്ച് ഇവരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.